നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നേട്ടങ്ങളുടെ പട്ടികയുമായി പടിയിറങ്ങുന്നു. അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് UDFൽ ഉണ്ടായിരുന്ന മുൻ ധാരണാപ്രകാരം ചെയർമാൻ സ്ഥാനം രാജിവയ്ക്കുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം നഗരസഭ കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് ചെയർമാൻ സ്ഥാനമൊഴിയുന്നത്. പാർപ്പിടരഹിതരായ പട്ടികജാതിക്കാർക്ക് 1 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാർപ്പിട സമുച്ചയം, താലൂക്ക് ആശുപത്രിക്ക് 6 കോടിയിലധികം രൂപ ചെലവ് വരുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഉടൻ പ്രവർത്തനക്ഷമമാകുന്ന ഡയാലിസിസ് യൂണിറ്റ്, പഴയ മുനിസിപ്പൽ ഓഫീസിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, മാലിന്യ ശേഖരണത്തിനായി MCF, പീച്ചാനിക്കാട് ഐക്കാട്ട് കടവ് നവീകരണം, പൊതുജലാശയ നിർമ്മാണം, പീച്ചാനിക്കാട് സ്കൂളിന് 1ാം നില, കളിസ്ഥലം, നയാത്തോട് സ്കൂളിൽ ഓഡിറ്റോറിയം, നയാത്തോട് മഹാകവി G മെമ്മോറിയൽ റോഡ്, കൊളുവൻ റോഡ്, കോതകുളങ്ങര ക്ഷേത്രം റോഡ്, A കോളനി റോഡ്, നയാത്തോട് 2 നിലകളിലുള്ള അംഗനവാടി കെട്ടിടം, ആരോഗ്യപാത, അയ്യായിപ്പാടത്ത് ടർഫ് കോർട്ട് തുടങ്ങി പൊതുമരാമത്ത് മേഖലയിൽ പുതിയ റോഡുകളും കെട്ടിടങ്ങളും, ചമ്പന്നൂർ, ജോസ്പുരം എന്നിവിടങ്ങളിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, പൊതുശ്മശാനവും അറവുശാലയും നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ, മുനിസിപ്പൽ പാർക്ക് നവീകരണം, മാർക്കറ്റ് നവീകരണം, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നവീകരണം, ടേക്ക് ബ്രേക്ക്, ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സംസ്ഥാനത്ത് ആദ്യമായി ESI ആനുകൂല്യം, ഹരിതകർമ്മ സേനയുടെ സേവനങ്ങൾ ഓൺലൈനാക്കൽ, ബയോമെഡിക്കൽ മാലിന്യ ശേഖരണ പദ്ധതി, പൊതുമാർക്കറ്റിൽ എഫ്ലുവെന്റ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ, 1500 സൗജന്യ കുടിവെള്ള കണക്ഷനുകൾ, ലൈബ്രറി ഡിജിറ്റലൈസേഷൻ, CC ക്യാമറ പദ്ധതി, സ്ത്രീ വികസന കേന്ദ്രം, ചമ്പന്നൂരിൽ 100 ഏക്കർ തരിശുഭൂമിയിൽ കൃഷിയിറക്കൽ, 6000 കശുമാവിൻ തൈ വിതരണം, മുനിസിപ്പൽ ഓഫീസ് ISO സർട്ടിഫിക്കേഷൻ തുടങ്ങി അങ്കമാലിയുടെ സമഗ്ര വികസനം എന്ന ലക്ഷ്യവുമായി നടത്തിയിട്ടുള്ള നിരവധി പദ്ധതികൾ ചെയർമാൻ വിശദീകരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നയാത്തോട് G മെമ്മോറിയൽ ഹൈസ്കൂൾ ടോയ്ലറ്റ് കോംപ്ലക്സ്, അതോടൊപ്പം തന്നെ അവിടെ ഓഡിറ്റോറിയം, നിരവധിയായ പ്രവർത്തനങ്ങൾ ആ സ്കൂളിൽ നഗരസഭ ഏറ്റെടുത്ത് നടപ്പിലാക്കി ഒരു മികവിന്റെ കേന്ദ്രം കൂടിയാണ് ആ സ്കൂൾ. അതുപോലെ തന്നെ പീച്ചാനിക്കാട് ഗവൺമെന്റ് സ്കൂൾ, അതിന് കെട്ടിടത്തിന് 1ാം നില പണിത് കൊടുക്കാനും അവിടുത്തെ ഗ്രൗണ്ടിന് MLA ഫണ്ടിൽ 21 ലക്ഷം രൂപ കോതകുളങ്ങര LP സ്കൂളിലും നമ്മൾ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പുതിയ പദ്ധതിയിലും അവിടുത്തെ ഫർണിച്ചറിനും മറ്റുമായി നല്ല തുക ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ നഗരസഭയ്ക്ക് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നന്നായി സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. മാലിന്യ മുക്ത നവകേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിൽ 1 MCF ഉണ്ട് നിലവിൽ ഇപ്പോൾ. അതുകൂടാതെ അത് ഈ ഭരണസഭയിൽ വന്നതിന് ശേഷം പണിതാണ്. കൂടാതെ 2ാമത് 1 MCF കൂടി പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അയ്യായിപ്പാടത്ത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായി ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ സംവിധാനം ഡിജിറ്റലൈസ് ചെയ്തത് അങ്കമാലി നഗരസഭയിലാണ്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കെല്ലാം ESI ആനുകൂല്യം കേരളത്തിൽ ആദ്യമായി എന്നല്ല ആകെ ഈ നഗരസഭയിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഹരിതകർമ്മസേനയെ നല്ല നിലയിൽ വിനിയോഗിച്ചുകൊണ്ട് മാലിന്യ ശേഖരണം നഗരസഭാ പ്രദേശത്ത് ഭംഗിയായി നടക്കുകയാണ്. നികുതിദായകരമായ ചില വൻകിട സ്ഥാപനങ്ങളും ചില വ്യക്തികളും തമ്മിൽ കാലങ്ങളായി നിലനിന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ തർക്കങ്ങൾ പരിഹരിച്ച് നഗരസഭയ്ക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞെന്ന് ചെയർമാൻ അവകാശപ്പെട്ടു. കുടിവെള്ള വിതരണം, തെരുവ് വിളക്ക് പ്രകാശിപ്പിക്കൽ എന്നീ മേഖലകളിൽ നടത്തിയ കാര്യക്ഷമമായ ഇടപെടൽ മൂലം നഗരസഭയ്ക്ക് പ്രതിവർഷം 1.5 കോടിയോളം രൂപ മിച്ചം വരുത്തുവാൻ കഴിഞ്ഞെന്നും ചെയർമാൻ അറിയിച്ചു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ കൌൺസിലർമാരുടെയും പ്രദേശവാസികളുടെയും സഹകരണവും നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ
കാര്യക്ഷമമായ പ്രവർത്തനങ്ങളും സ്ഥലം MP-യുടെയും MLA-യുടെയും പൂർണ്ണ പിന്തുണയുമാണ് ഈ വികസന പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സഹായകരമായതെന്നും ഏവരെയും നന്ദിയോടെ ഓർക്കുന്നുവെന്നും ചെയർമാൻ അറിയിച്ചു. പത്രസമ്മേളനത്തിൽ നഗരസഭ ഉപാധ്യക്ഷ സിനി മനോജ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പോൾ ജോവർ, വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിത ഷിജോയ്, കൌൺസിലർമാരായ ബാസ്റ്റ്യൻ ഡി പാറയ്ക്കൽ, സാജു നെടുങ്കാടൻ, ലിസി പോളി, ലില്ലി ജോയ്, ഷൈനി മാർട്ടിൻ എന്നിവർ പങ്കെടുത്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.